ഇങ്ങനെ വീർപ്പിച്ച് വളർത്തുമല്ലേ മക്കളെ? ചോദിക്കും മേടിച്ചു കൊടുത്ത്, കുടുംബത്തിന്റെ വിഷമം അറിയാതെ, വേദനകൾ അറിയാതെ, കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെ, ഒരു അപ്പനും അമ്മയും എങ്ങനെയാണ് ചോര നീരാക്കി ഒരു കുടുംബത്തെ പോറ്റുന്നതെന്നൊന്നും മക്കളെ അറിയിക്കാതെ വളർത്തുന്നത് അപകടകരമായ അവസ്ഥയാണ്. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ സമയം തലകുത്തി നിന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, അത് ചെയ്യാച്ച ഇനി എന്തെങ്കിലും ചെയ്യണം. എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടേ ഓടി വന്നപ്പോ ഈ മറ്റേ പെട്ടിയിലേക്ക് നോക്കി ഇതിന് കരഞ്ഞ് നിലവിളിച്ചു. എന്നാ പറ്റി? പിശാചിന്റെ കെണി ഇതിലൂടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ അതിന് ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. ചങ്കുപൊട്ടി വാവിട്ട് മക്കളുടെ മുമ്പിൽ നിന്ന് അപ്പനും അമ്മയും കരഞ്ഞ ജീവിതത്തിന്റെ അനുഭവത്തിലും മക്കളെ കണ്ടല്ലോ ശ്രദ്ധിക്കാതെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ചുമ്മാ ഒരു ശ്രദ്ധയില്ല. നിങ്ങൾക്ക് അറിഞ്ഞോ പിരിക്കാനാന്ന് ചോദിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന കഠിനാധ്വാനത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ, ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ ജീവിത ദുഃഖത്തിന്റെ അനുഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിയട്ടെ. ഇതൊന്നും അറിയിക്കാതെ ഇങ്ങനെ വളർത്തിയേക്കരുത്. പാത്രം കഴുകാൻ പറ്റില്ല, കുട്ടക്സ് പോകും. ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, വൈകിട്ടാണ് ആ വായ വെച്ചിട്ട് അണ്ണാക്കി വെച്ച് കൊടുക്കണം. ഒരു ദൈവ പൈതലിനെ ശത്രുവിന് തൊടാൻ പോലും പറ്റില്ല. കാരണം ദൈവമാണ് ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുന്നത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. നമ്മളിപ്പോ ചെയ്തതാണ്. യേശുക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം നമ്മളിൽ സംഭവിച്ചു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ യേശുക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം നമ്മൾ സംഭവിച്ചു. എന്നിട്ട് പറയാണ്, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോ യേശുക്രിസ്തുവിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഒരു വീണ്ടും ജനനം സംഭവിച്ച ഒരു ജീവിതം, വചനം പറയുന്ന പോലെ ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയാ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിച്ച് അവൻ്റെ ദൂതന്മാര് നമുക്ക് കാവൽ നിന്ന് അവൻ്റെ കൈകളിൽ നമ്മെ വഹിച്ചുകൊണ്ട് നമ്മുടെ കാൽപാദങ്ങൾ കല്ലിൽ തട്ടാതെ അവൻ നമ്മളെ സുരക്ഷിതരാകും. ഇടത്തോ വലത്തോ 1000-ങ്ങളോ 10,000-ങ്ങളോ മരിച്ചു വീണോട്ടെ, ഒരനർത്ഥവും നിന്നെയോ നിന്റെ കൂടാരത്തെയോ സമീപിക്കാത്ത രീതിയിൽ കർത്താവ് നിന്നെ സംരക്ഷിക്കും. കാരണം നീ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവമകനായും ദൈവമകളായും ആയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, മഴ പെയ്യുമ്പോൾ മോനെ അകത്തേക്ക് കയറി നിൽക്കടാന്ന് പറയും അല്ലേ? മഴയൊക്കെ പെയ്യുമ്പോൾ പറയടാ മോനെ മഴയത്ത് നനയലടാ, അകത്തേക്ക് കയറി നിൽക്കടാന്ന് പറയും. എന്തിനാ? മഴ നനയാതിരിക്കാൻ, ഒരു സംരക്ഷണം കിട്ടാൻ, രോഗം വരാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പറയും കുഞ്ഞെ അകത്തേക്ക് കയറടാ മഴ പെയ്യുന്നെന്ന് പറയും. ഇങ്ങനെ ശത്രു എത്ര കണ്ട് നമുക്കെതിരെ മഴ പെയ്യിച്ചാലും നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണമാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. വിശുദ്ധിയോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ നാം മുദ്രിതരാക്കപ്പെടുന്നു. അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ ആത്മാവും ഉയർത്തപ്പെടുന്നു. നമ്മുടെ ആത്മാവിനെ തൊടാൻ ഒരു ശത്രുവിനും ഈ ലോകത്തിൽ ഇനി സാധ്യമല്ല. ഹല്ലേലൂയ. ഒരാൾക്കും ഇത് നമ്മളോട് പറയണം, നമ്മളോട് പ്രഖ്യാപിക്കണം ഈ സത്യം. ഒരു ക്രിസ്ത്യാനി ഭയത്തിൽ ജീവിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവളല്ല. ഒന്നിനോടുള്ള ഭയത്തിൽ ജീവിക്കേണ്ടവരല്ല ഒരു ക്രിസ്ത്യാനി. അത് പാപത്തിന്റെ ഭയമാകട്ടെ, ശത്രുവിന്റെ ഭയമാകട്ടെ, രോഗത്തെക്കുറിച്ചുള്ള ഭയമാകട്ടെ, മരണ ഭയമാകട്ടെ, ആരെങ്കിലും എന്തെങ്കിലും എനിക്കെതിരെ ചെയ്യുമെന്നുള്ള ഭയമാകട്ടെ, ഒരു ഭയത്തിൻ്റെയും അടിമത്തത്തിൽ കഴിയേണ്ടവനല്ല ഒരു ക്രിസ്ത്യാനി. കാരണം ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്തതാണ് അവൻ്റെ കാൽവരി യാഗത്തിനാൽ. അതുകൊണ്ട് ഒരു ഭയത്തിനും നമ്മളെ അടിമയാക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ സ്നേഹത്തിലുള്ള ഒരു വീണ്ടെടുപ്പ് നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഉണ്ടോ? ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് വിശ്വാസമുണ്ടോ? കുമ്പസാരിച്ച് നല്ല കുമ്പസാരം നടത്തിയവരെ നിങ്ങൾ ധൈര്യമായിട്ട് ഉറപ്പിച്ചോ, ഒരു സംശയവും വേണ്ട.
അല്ലാത്തവരെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ദൈവിക സംരക്ഷണം പോകുന്ന വഴികൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ശത്രുവിന് പ്രവേശിക്കാൻ ചില പ്രവേശന കവാടങ്ങൾ നമ്മളിപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. അശുദ്ധിയുടെയും പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും നിരാശയുടെയും ആകുലതയുടെയും ഒക്കെ ചില വാതിലുകൾ പിശാചിന് വേണ്ടി തുറന്നിട്ടാൽ നമ്മൾ ഒരിക്കലും സേഫാണെന്ന്, സുരക്ഷിതരാണ് എന്ന് വിചാരിക്കരുത്. ആ വാതിലുകളെല്ലാം അടയ്ക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഏതെല്ലാം വഴികളിലൂടെ ഇന്നലകളിൽ ശത്രു നമ്മളിലേക്ക് പ്രവേശിച്ചോ? കണ്ണുകളിലൂടെ ശത്രു പ്രവേശിച്ചോ? നാവിലൂടെയാണ് ശത്രു പ്രവേശിച്ചത്. എൻ്റെ ഹൃദയത്തിലൂടെയാണ് ശത്രു എൻ്റെ ചിന്തകളിലൂടെയാണ് ശത്രു പ്രവേശിച്ചത്. എൻ്റെ ചില പ്രവൃത്തികളിലൂടെ, എൻ്റെ ചില തീരുമാനങ്ങളിലൂടെ, എൻ്റെ ചില അശുദ്ധ ഭാഷണങ്ങളിലൂടെ, ചില തിന്മ പ്രവൃത്തികളിലൂടെ ഒക്കെയാണോ, അവിശ്വാസത്തിലൂടെ ഒക്കെയാണോ തിന്മ എന്നിലേക്ക് പ്രവേശിച്ചത്? ഈ പ്രവേശന കവാടങ്ങളെ എല്ലാം നമ്മൾ കുമ്പസാരത്തിൽ അടയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവേ, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ചെയ്ത പാപത്തെ ഇതാ ഞാൻ ബഹിഷ്കരിക്കുന്നു, വെറുത്തുപേക്ഷിക്കുന്നു. എൻ്റെ കണ്ണുകളെ കർത്താവെ നിനക്ക് ഞാൻ അടിയറ വെക്കുന്നു എന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ ഇന്നലകളിൽ പാപത്തിൻ്റെ പ്രവേശന കവാടങ്ങളായി നിലനിന്ന കണ്ണുകൾ കർത്താവിൻ്റെ രക്തത്താൽ മുദ്രതാക്കപ്പെട്ടു. അതിലൂടെ ഒരു തിന്മയ്ക്കും ഇനി പ്രവേശിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഒരു ക്രിസ്ത്യാനി നിരന്തരം പ്രഖ്യാപിക്കണം. നമ്മുടെ ചിന്തകളെ പിശാച് മലിനമാക്കാൻ ശ്രമിക്കും, അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കും, നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിരാശയും ആകുലതയും അസ്വസ്ഥതയും ദുഃഖവും ഒക്കെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മ്ലേച്ഛമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പറയണം, എന്താണെന്നറിയാവോ? എൻ്റെ ചിന്തകളെ ഞാൻ എൻ്റെ കർത്താവിന് അടിയറ വെച്ചതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ ചിന്തകളുടെ യജമാനൻ. അതുകൊണ്ട് ശത്രുവിന് അധികാരമില്ലെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശത്രുവിനെ നമ്മൾ എതിർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് 4:7-8 തിരുവചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അറിയാവുന്ന വചനമാണ് യാക്കോബ് 4:7-8. ഇത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും വീണ് പോകുന്നത്. ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് വീണ്. വചനം പറയാണ്, പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിന്നിൽ നിന്നും ഓടിയകലും. നടന്നൊന്നല്ല പോകുന്നത്, ഓടിപ്പോകുന്ന വചനം പറയുന്നത്. പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിന്നിൽ നിന്നും ഓടിയകലും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നാൽ ആര് നമുക്ക് എതിര് നിൽക്കും? അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ദൈവത്തിൽ നിന്നും ജനിച്ചൊരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. എന്നിട്ട് ഒരു സംശയമില്ല, വെറുതെ കണ്ണു തുറന്ന് നോക്കിയാൽ മതി. ചുറ്റുപാടും പത്രമാസിക എടുത്ത് നോക്കിയാൽ മതി, ന്യൂസ് കേട്ടാൽ മതി. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ, അശുദ്ധിയുടെ അന്ധകാരത്തിൽ, ജഡിക പാപങ്ങളുടെ അന്ധകാരത്തിൽ, മ്ലേച്ഛപാപങ്ങളുടെ അന്ധകാരത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ലോകത്തിന്റെ മേൽ പിശാച് അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബ്ലൂ ഫിലിം. ഹല്ലേലൂയ. ദൈവമക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് അഴിച്ചുവിട്ടിരിക്കുന്ന അവന്റെ ഒരു തന്ത്രമാണ് ബ്ലൂ ഫിലിം. മ്ലേച്ഛതകൾ കാണുക, കണ്ണുകൾ കൊണ്ട് മ്ലേച്ഛത കാണുക. പിശാചിന്റെ ഒരു കെണിയാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഇപ്പൊ ലോകം മുഴുവനും ദുഷ്ടന്റെ ഒരു ശക്തി വലയുണ്ട്. ദുഷ്ടതയുടെ, തിന്മയുടെ, പാപത്തിന്റെ ഒരു സ്വാധീനത്തിലാണ് ഈ ലോകം മുഴുവനായിരിക്കുന്നത്. കാരണം ലോകത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ പറയും ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ലോകത്തിന്റെ അരൂപി, ലൗകികതയുടെ അരൂപി. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ ലൗകികതയുടെ അരൂപി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരല്പം പോലും സഹിക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ. നമുക്ക് ആർക്കും ഒരല്പം പോലും സഹനം എടുക്കാൻ പറ്റണില്ല. അത് ദാമ്പത്യ ബന്ധങ്ങളിലാകട്ടെ, കുടുംബ ബന്ധങ്ങളിലാകട്ടെ, സഹോദര ബന്ധങ്ങളിലാകട്ടെ, അല്പം പോലും സഹിക്കാൻ പറ്റണില്ല. എന്ന് പറയും, എനിക്ക് സഹിക്കാൻ പറ്റിയല്ല.
എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ഈ ലോകത്തിന്റെ അരൂപിയാണ് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് എന്താ? സുഖിക്കണം, സന്തോഷിക്കണം, എനിക്ക് ഇഷ്ടമുള്ളതിലൊക്കെ ഞാൻ വ്യാപരിക്കണം. ഇത് ലോകത്തിന്റെ ഒരു പ്രവണതയാണ്. ലോകത്തിന്റെ ഒരു അരൂപി നമ്മളെ ഭരിക്കുമ്പോൾ, ലോകം നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ, യോഹന്നാനിലേക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 2:15 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ? 1 യോഹന്നാൻ 2:15. 1 യോഹന്നാൻ 2:15. പെട്ടെന്ന് എടുക്കണേ. ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. വാക്ക് ശ്രദ്ധിക്കണം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ ഉറക്കെ പറ, സ്നേഹിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ, ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയാം. പിന്നെന്ത് ചെയ്യണം? ഈ ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും അറിഞ്ഞിരിക്കണമല്ലോ. യോഹന്നാൻ ശ്ലീഹ പറയും, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള ഒരു വസ്തുവിനെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പിന്നെന്തിനാ ലോകത്തെയും ലോകത്തിലെ വസ്തുക്കളെയും ദൈവം തന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ഈ മൊബൈൽ ഫോൺ എന്തിനാ കർത്താവ് തന്നെ? സ്നേഹിക്കാനാണോ? പിന്നെന്തിനാ? ഉറക്കെ പറ, പോരട്ടെ. ഫോൺ വിളിക്കാനാണോ? ശരിയാ, ഉപയോഗിക്കാൻ അല്ലേ? ഇത് എന്തിനാ ദൈവം തന്നത്? ഇത് ഉപയോഗിക്കാൻ തന്നതാണ്. ഞാനിതിനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഇത് പോയാൽ പോയി, നഷ്ടപ്പെട്ട. അതുകൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ ആത്മാവൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു മൊബൈൽ ഫോൺ പോയെന്ന് കരുതിയോ, ഒരു വാച്ച് നഷ്ടപ്പെട്ടെന്ന് കരുതിയെന്ന് അറിയോ, കുറച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടെന്ന് കരുതിയോ, കുറച്ച് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയോ, ചില പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടെന്ന് കരുതിയോ, എൻ്റെ ആത്മനാശം സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ള ഒരു വസ്തുവിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഇത് ഉപയോഗിക്കാൻ തന്നതാണ്. ഇന്ന് പിശാചിന്റെ ഒരു വഞ്ചനയുണ്ട്. ഈ വിഷയത്തിൽ സാത്താന്റെ ഒരു വഞ്ചനയുണ്ട്. സ്നേഹിക്കേണ്ടവയെ ഉപയോഗിക്കുകയും ഉപയോഗിക്കേണ്ടവയെ സ്നേഹിക്കുകയും ചെയ്യുന്ന രീതിയിൽ പിശാച് മനുഷ്യ മനസ്സുകളെ വഞ്ചിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സ്നേഹിക്കുന്നു. അപ്പനും അമ്മയും വീട്ടിലുണ്ട് കേട്ടാ. അപ്പനും അമ്മയും വീട്ടിലുണ്ട്, പ്രായമായ അപ്പനും അമ്മയും വീട്ടിലുണ്ട്. വേണ്ട, സ്വന്തം മാതാപിതാക്കൾ പ്രായമൊന്നുമില്ല, അവർ വീട്ടിൽ ഒരു വാക്ക് മിണ്ടാൻ പോലും സമയമില്ല. എന്നാൽ മൊബൈൽ ഫോണിലും മണിക്കൂറുകൾ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കാനും വീഡിയോ ചാറ്റ് നടത്താനും, എന്തിനേറെ വീഡിയോ കോൾ നടത്താനും, മ്ലേച്ഛമായ വീഡിയോ കോൾ നടത്താൻ വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഈ മൊബൈൽ ഫോൺ അവർ പറയുന്ന മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ നിങ്ങളായിട്ടുള്ള ബന്ധം വരെ അവർ വിച്ഛേദിച്ചെന്നിരിക്കും. ഇല്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? അവരൊരു ഫോൺ മേടിച്ചു തരണം, ഒരു സൈക്കിൾ മേടിച്ചു തരണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു അപ്പൻ വന്ന് സംസാരിച്ചൊരു വിഷയമാണ്. വല്ലാത്ത ഭാരത്തോട് സങ്കടത്തോട് പറഞ്ഞൊരു കാര്യമാണ്. കുടുംബം ചുമട്ടൊഴിലാളിയാണ് അപ്പൻ. അന്നെന്നുള്ളത് കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. 3 മക്കളുണ്ട്. മൂത്തവൻ 2 പെൺമക്കൾ. ഇതുങ്ങളെ 3നെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇടയ്ക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക ബാധ്യത, എവിടെയെങ്കിലും കടം മേടിച്ചാലേ ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം അന്നന്ന് ഈ 4-5 പേരുടെ വയറ് കഴിയണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ +2 കഴിഞ്ഞ് കോളേജിൽ ചേർന്നു. അവന് 18 വയസ്സ് തികഞ്ഞു. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ ബൈക്കിനാണ് വരുന്നത്. അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ബൈക്ക് മേടിച്ച് തരണം. അവൻ വീട്ടിൽ വന്നിട്ട് അപ്പനോട് പറഞ്ഞാണ്, അപ്പം എനിക്ക് ബൈക്ക് മേടിച്ചു തരണം. നിനക്ക് എന്തിനാണ് ഇപ്പോൾ ബൈക്ക്? എനിക്ക് കോളേജിൽ പോകാൻ ബൈക്ക് വേണം. നിനക്ക് എന്തിനാണ് കോളേജിൽ പോകാൻ ബൈക്ക്? എല്ലാവരും ബസ് കയറിയല്ലേ പോകുന്നത്. നിനക്ക് ബസ് കയറി പോയവരെ കോളേജ് മുറ്റം വരെ ബസ് ചെല്ലുമല്ലോ, പിന്നെ നിനക്ക് എന്തിനാ ബൈക്ക്? പറഞ്ഞില്ല, എനിക്ക് ബൈക്ക് മേടിച്ചു തരാം, എൻ്റെ കൂട്ടുകാരെല്ലാം ബൈക്കിനാണ് വരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെല്ലാം ബൈക്കിനാണ് വരുന്നതെന്ന് കരുതി അവർ നടക്കുന്ന പോലെ നീ നടക്കേണ്ട കാര്യമുണ്ടോ? അവൻ്റെ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിൽ ഭൂസ്വത്തുണ്ടാവും, നല്ല ജോലിയുള്ളവരായിരിക്കും. ഞാനൊരു ചുമട്ട് തൊഴിലാളിയാണെന്നുള്ള കാര്യം മോനെ നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ബൈക്ക് മേടിച്ചാണോ? അവൻ പറഞ്ഞു, മോനെ ഇപ്പം നമുക്ക് കയ്യിൽ സാമ്പത്തികമില്ല, നിനക്കൊരു ബൈക്ക് മേടിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അവൻ പറഞ്ഞാൽ ലോൺ എടുത്തിട്ട് മേടിച്ചു തരാൻ പറഞ്ഞു. എല്ലാ ഐഡിയ അറിയാം. ലോൺ എടുത്തിട്ട് ബൈക്ക് മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ലോൺ എടുത്ത് ഞാൻ ബൈക്ക് മേടിച്ചു തരാം, നീ അടയ്ക്കോ? ഇല്ല, അപ്പൻ അടയ്ക്കണം. ഓഹോ,
ലോൺ എടുത്താലും അപ്പൻ അടയ്ക്കണം. അപ്പനെ കിട്ടുന്ന ഈ നക്കാപ്പിച്ചുകൊണ്ട് ഇനി ബൈക്ക് മേടിച്ചിട്ട് അതിന്റെ ലോണും അടയ്ക്കണമെന്നാണ് ഇവനീ പറയുന്നത്. അപ്പം പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ പോയി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വരുമ്പോഴല്ലേ ഈ കലാപരിപാടി നടക്കുന്നത്. പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അപ്പൻ രാവിലെ മുതൽ വൈകിട്ട് വരെ മാർക്കറ്റിൽ കടന്ന് ചുമന്ന് ഭാരപ്പെട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവൻ വാതുക്കെ നിൽക്കുക, ഫ്രണ്ടിലെ വാതുക്കെ നിൽക്കുക, കൈയൊക്കെ ഇങ്ങനെ പിടിച്ച്. അപ്പനോളം വളർന്നല്ലോ, ആരോഗ്യം കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഇപ്പം അപ്പനോളം എത്തിയല്ലോ. അപ്പോൾ പിന്നെ അപ്പനേക്കാളും എന്തൊക്കെയോ ആയി എന്നൊരു തോന്നൽ മനസ്സിൽ കിടന്നു. അപ്പൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അത് ചോദിച്ചു, അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അപ്പം പറഞ്ഞു, നീ എന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അപ്പൻ ഒരു ശ്രദ്ധയില്ല, ഞാൻ ബൈക്ക് മേടിച്ചെന്ന കാര്യം പറഞ്ഞില്ലേ? ഇപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ നമുക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന്, നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇപ്പോൾ ബൈക്ക് മേടിച്ച് തരാൻ പറ്റുന്നൊരവസ്ഥയല്ലെന്ന് നിൻ്റെ അടുത്ത് അന്ന് നല്ല മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞതെന്ന് അപ്പം ചോദിച്ചു. ഈ ചോദ്യത്തിന് അവൻ തിരിച്ച് മറുപടി പറഞ്ഞതെന്നറിയാവോ? ഉണ്ടാക്കിയപ്പോൾ അപ്പൻ ഇതൊന്നും ആലോചിച്ചില്ലെന്ന്. പിന്നെ കുറേ ദിവസമായി അപ്പനോട് അമ്മയോട് ഒന്നും ഒരു പിണ്ടാട്ടം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇവനെ കൊണ്ടുവരുന്നത്. മകൻ അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ, ഉണ്ടാക്കിയപ്പോ ഇതൊന്നും ആലോചിച്ചില്ലേന്ന്. ഒരു ബൈക്ക് ഉപയോഗിക്കാണ്ട് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ല എന്ന് മൂത്ത മകൻ അറിഞ്ഞിരിക്കേണ്ടവൻ അതൊന്നും മനസ്സിലാക്കാതെ അപ്പനോടും ബൈക്കിന് വേണ്ടി മല്ലിട്ടിട്ട് അത് മേടിച്ചു കൊടുക്കാതിരുന്നപ്പോൾ അപ്പനോടുള്ള ബന്ധം അവൻ അങ്ങോട്ട് വിച്ഛേദിച്ചു. യെശയ്യാ 45:10 വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ അപ്പനോട് നീ എന്തിനെന്നെ ജനിപ്പിച്ചെന്നും നിന്റെ അമ്മയോട് നീ എന്തിനെന്നെ പ്രസവിച്ചുവെന്നും ചോദിക്കുന്നവന് ദുരിതം എന്നാ വചനം പറയുന്നത്. ചില പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോൾ എന്നെ ഉണ്ടാക്കിയതിലും ഭേദം അങ്ങോട്ട് കൊന്നു കളയത്തില്ലായിരുന്നോ? എന്തെല്ലാം ഡയലോഗാ വായന്ന് വരുന്നറിയാമോ? എന്നെന്തിനാ ഉണ്ടാക്കിയതിലും ഭേദം അങ്ങോട്ട് കൊന്നു കളയത്തില്ലായിരുന്നോ? നിന്റെ അപ്പനോട് നീ എന്തിനെന്നെ ജനിപ്പിച്ചെന്നും അമ്മയോട് നീ എന്തിനെന്നെ പ്രസവിച്ചുവെന്നും ചോദിക്കുന്നവന് ദുരിതമെന്നാണ് വചനം പറയുന്നത്. ദുരിതമെന്നാണ് വചനം പറയുന്നത്. അപ്പോ ഉപയോഗിക്കാൻ തന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ജ്ഞാനം ഇന്ന് ഈ തലമുറയുടെ മേല് പിശാച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അനേകം ദാമ്പത്യ ബന്ധങ്ങൾ പോലും തകർന്നു പോകുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം ഇതാണ്. ലൗകികതയുടെ ദുരാത്മാവാണ്. അല്പം പോലും സഹിക്കാൻ ആരും തയ്യാറല്ല. ചോദിച്ചൊക്കെ ഒരു ദാമ്പത്യ പ്രശ്നമായിട്ട് വന്ന് ചോദിച്ച് പിടിച്ചൊക്കെ വരുമ്പോൾ അതേ ഒരു പെങ്കൊച്ച് എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞാണ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് അടിച്ച് തുടയ്ക്കാൻ പറഞ്ഞു, വീടിൻ്റെ അകെ അടിച്ച് തുടയ്ക്കാൻ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, അതിനകത്ത് അമ്മ പറഞ്ഞാൽ എന്നെ തെറ്റുള്ളേ? അയ്യോ, ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഒന്നും അടിച്ച് തുടച്ചിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, നല്ല കീറ് കിട്ടാത്തതിൻ്റെ ആയിരുന്നു കേട്ടാ. അവൾ പറഞ്ഞു, ഇന്ന് വരെ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ഇതുവരെ എന്നോട് വീട്ടിൽ ഒരു പണി ചെയ്യാനോ അടിക്കാനോ തുടയ്ക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു സഹനവും എൻ്റെ വീട്ടിലുണ്ടായി. അതാണ് പറയുന്നത്, ഇന്ന് വരെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സഹനവും എനിക്കുണ്ടായിട്ടില്ല. ഇങ്ങനെ വീർപ്പിച്ച് വളർത്തുമല്ലേ മക്കളെ. ചോദിക്കും മേടിച്ചു കൊടുത്ത്, കുടുംബത്തിന്റെ വിഷമം അറിയാതെ, വേദനകൾ അറിയാതെ, കുടുംബത്തിന്റെ ബുദ്ധിമുട്ടറിയാതെ ഒരപ്പനും അമ്മയും എങ്ങനെയാണ് ചോര നീരാക്കി ഒരു കുടുംബത്തെ പോറ്റുന്നതെന്നൊന്നും മക്കളെ അറിയിക്കാതെ വളർത്തുന്നത് അപകടകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ അറിയണം നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്താണെന്ന്. എങ്കിലും നിങ്ങളുടെ വേദനകളിൽ നിങ്ങളുടെ മക്കൾ കൂടെ നിൽക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയണം എത്ര ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയണം ഇന്ന് എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന കഠിനാധ്വാനത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ ജീവിത ദുഃഖത്തിന്റെ അനുഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിയട്ടെ. ഇതൊന്നും അറിയിക്കാതെ ഇങ്ങനെ വളർത്തിയേക്കരുത്. അവസാനം നിങ്ങളുടെ വേദനകളിൽ അവർ പങ്കുചേരില്ല. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പുല്ലുവിലയെ മക്കൾ കൽപ്പിക്കോളൂ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വേദന പറയോ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അതൊക്കെ ഓൾഡ് ജനറേഷൻ. ഞങ്ങള് ന്യൂജൻ ആണ്. ന്യൂജൻ എന്താണ്? കേൾക്കുന്നില്ലേ? വീട്ടില് ഉണ്ടാവല്ലോ. ഞങ്ങൾ ന്യൂജൻ ആണ്. ന്യൂജൻ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് പണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടാകും, പണ്ട് പറമ്പിൽ പോയി പണിയെടുത്തിട്ടുണ്ടാകും, പണ്ട് നെൽപ്പാടത്ത് കൃഷി ഇറക്കാൻ പോയിട്ടുണ്ടാകും, പണ്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാകും. ഞങ്ങൾ ന്യൂജൻ ആണ്. അയ്യോ, അതൊന്നും ഞങ്ങളുടെ അടുത്ത് പറയരുത്. ക്യൂടെക്സ് കണ്ടോ? ക്യൂടെക്സ് ഇട്ടിട്ട് ഉത്തരത്തിൽ കയറി ഇരിക്കോ ഈ സാധനം?
പാത്രം കഴുകാൻ പറ്റിയല്ലോ, ക്യൂടെക്സ് പോകും. ഭക്ഷണം കഴിക്കാൻ പോകും. അതുകൊണ്ട് വൈകിട്ടാകുമ്പോൾ ആ വായ വെച്ച് അണ്ണാക്കി വെച്ച് കൊടുക്കണം. ഇതാണ് അവസ്ഥ. ഹല്ലേലൂയ. ഇത് കടന്നു പോകുന്ന അവസ്ഥയെ പറഞ്ഞു. എനിക്കറിയാം, ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും വായ വെച്ച് കൊടുക്കുന്ന ഐറ്റത്തിനൊക്കെ എനിക്കറിയാം. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നേക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥ, കെട്ടിയവൻ്റെ അവസ്ഥ, അവൻ ഈ സാധനം ഈ സാധനത്തിന് അണ്ണാക്കി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക നാടിയേക്ക് 40 പ്രാവശ്യം. ഇത് വെച്ചില്ല, തീർന്നു. വെച്ചില്ല, പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ബാഗ് ഒരെണ്ണം റെഡിയാക്കി വെച്ചേക്കാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ബാഗ് തുറക്കാതെ വെച്ചേക്ക്. എന്തിനാണെന്നറിയാം? ഒരു എമർജൻസിക്ക് എടുത്തോണ്ട് ഓടാൻ. അത് തുറന്നിട്ടില്ല. അതിനകത്ത് എല്ലാ സാധനങ്ങളുണ്ട്. മേക്കപ്പ് കിറ്റ് മുതൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒരു 3-4 ദിവസം താമസിക്കാനുള്ള സാധനം, അതൊരെണ്ണം റെഡിയാക്കി ബാഗ് വെച്ചേക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലുണ്ടായാൽ പോവോ, അപ്പറങ്ങി പോക്കോളൂ. ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്ന ലൗകികതയുടെ ദുരാത്മാവ് ഒരല്പം പോലും സഹിക്കാൻ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ജനറേഷന്, ഈ ന്യൂജൻ എന്ന് പറയുന്ന ജനറേഷന് അസാധ്യമാകുമാറ് പിശാച് നമ്മുടെ മക്കളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സഹനം അറിഞ്ഞ് വളരട്ടെ. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഈ സഹനം അറിയാത്തതുകൊണ്ടുണ്ടല്ലോ, ഇവര് ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നാലുണ്ടല്ലോ, അപ്പനമ്മ എന്തെല്ലാം കരഞ്ഞാലുണ്ടല്ലോ, കണ്ണുനീര് കാണിച്ചു, ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ചങ്കുപൊട്ടി വാവിട്ട് മക്കളുടെ മുമ്പിൽ നിന്ന് അപ്പനും അമ്മയും കരഞ്ഞ ജീവിതത്തിന്റെ അനുഭവത്തിലും മക്കളൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിക്കാതെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ചുമ്മാ ഒരു ശ്രദ്ധയില്ലാതെ നിങ്ങൾ കരഞ്ഞോ, ഇപ്പം എനിക്ക് എന്നാന്ന് ചോദിക്കും. ഇത് ലൗകികയുടെ ദുരാത്മാവാണ്. സ്നേഹിക്കേണ്ടതിനെ ഇന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിലും ഉപയോഗിക്കേണ്ടതിനെ സ്നേഹിക്കുന്ന അവസ്ഥയിലും നമ്മുടെ ജീവിതം അതപ്പതിച്ചുകൊണ്ടിരിക്കുക. പിശാചിന്റെ വഞ്ചനയാണ്. ഇത് അറിയണം മക്കളെ, ഇത് പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാണ്. അതുകൊണ്ടല്ലേ ഇന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ, വിശുദ്ധ കുർബാനയുടെ കൂടെ ഇരിക്കാൻ, വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് ഒരു 10-15 മിനിറ്റോ ഒരു ദിവസം ഇരിക്കാൻ, തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണില്ല. നമ്മൾ ചോദിക്കും, എന്തിനാന്ന് ഇങ്ങനെയെന്ന് ചോദിക്കുന്നത്. എന്തിനാ ഇത്ര കഷ്ടം? എന്തിന്? അത് സന്ധ്യാപ്രാർത്ഥന ഒരു അരമണിക്കൂറാകെ സന്ധ്യാപ്രാർത്ഥന ഉള്ളൂ. ഒരു 3-4 മിനിറ്റ് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്ത് കഷ്ടപ്പാടാന്നറിയാവോ. 3 മണിക്കൂർ ഫുട്ബോൾ ഇരുന്ന് വെള്ളം പോലും കുടിക്കാതെ ഈ സാധനം കാണാം, അനങ്ങാതെ ഇരുന്ന് കാണും. 3-3.5 മണിക്കൂർ വേണമെങ്കിൽ ഫുട്ബോൾ. അരമണിക്കൂർ ഒരു 5 മിനിറ്റ് ഈ പറയുന്ന ജപമാല പ്രാർത്ഥന ഒന്ന് നീണ്ടു കഴിഞ്ഞാൽ അല്ലാത്ത അസ്വസ്ഥത. ഹല്ലേലൂയാ. സ്വരമർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സ്നേഹമില്ല, ദൈവത്തോടുള്ള സ്നേഹം തീർന്നു. എന്നിട്ട് പിന്നെ IELTS പരീക്ഷ വരുവാ. നോക്കണേ, ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ അവന് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, റെഗുലറായിട്ട് ദൈവത്തോടുള്ള ബന്ധം പുലർത്താൻ ഒരു സമയം ഒന്നിനുമില്ല. അതൊക്കെ വല്ലാത്ത ഭാരമാണ്. ഇനിയിപ്പോൾ ഒരു IELTS പരീക്ഷ വരുവാണെന്ന് വിചാരിക്കും, ഒരു OET പരീക്ഷ വരുവാണെന്ന് വിചാരിക്കും. ആണ്ടേ ഒരാഴ്ചയായിട്ട് പള്ളിയിലുണ്ട്, രാവിലെ നേരത്തെ പള്ളിയിലുണ്ട്, കയ്യൊക്കെ കൂപ്പി ആ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ സ്വർഗ്ഗം നേരെ താഴേക്ക് വീഴും. അതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മുട്ടയെ കുത്തി കയ്യൊക്കെ വിരിച്ച് വിശുദ്ധ മര്യാദത്തി തോറ്റും ചിലരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ IELTS തരണേ, കർത്താവേ IELTS തരണേ, എന്നെ UK കൊണ്ടുപോകണേ, എന്നെ അയർലൻഡിൽ എത്തിക്കണേ, എന്നെ എവിടെയെങ്കിലും എത്തിക്കണേ. പരീക്ഷ എഴുതാൻ പോകണേ, ഒരാഴ്ച കൂടി ഉള്ളൂ. ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രാർത്ഥനയും. അത് എങ്ങനെ? എന്നിട്ട് അതിനിടയ്ക്ക് അച്ഛനെ കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കുമ്പസാരിച്ചിട്ട് കുറേ നാളയച്ചാ, പഠിത്തമായതുകൊണ്ട് പള്ളിയിലൊന്നും വരാൻ പറ്റുന്നില്ല, നമ്മൾ കുമ്പസാരിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകാവൂ കേട്ടോ. കാരണം എവിടെയെങ്കിലും ബ്ലെസ്സിങ് ബ്ലോക്കായി കിടപ്പുന്നുണ്ടെങ്കിൽ വെറുതെ കഷ്ടപ്പെട്ട് പരീക്ഷയിൽ തോറ്റു പോകണം, 35,000 രൂപ കളയണ്ടല്ലോ. അതുകൊണ്ട് മോള് കുമ്പസാരിച്ചിട്ടേ പോകാവൂ. അതച്ഛാ എപ്പോഴാ വരണ്ടേ? IELTS പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഈ സാധനം കുമ്പസാരിക്കണം, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാകാൻ. ഇപ്പം ഞാൻ പറയുകയാണ്, മോളെ ഇനിയിപ്പോൾ 3-4 ദിവസമല്ലേ ഉള്ളൂ. അതേ അച്ഛാ, പറ്റുമെങ്കിലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ സമയം തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അത് ചെയ്യാച്ച. ഇനി എന്തെങ്കിലും ചെയ്യണോ? നേരെ നിന്നല്ല, തലകുത്തി നിന്നും പ്രാർത്ഥിക്കും. ഇനി എന്നിട്ട് ചോദിക്കും, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണോ?
ഇനി എന്ത് പറഞ്ഞാലും ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പം എന്ത് വേണേലും ചെയ്യും. പരീക്ഷ കഴിഞ്ഞാലുണ്ടല്ലോ, റിസൾട്ട് വരുന്നവര് വീണ്ടും തീവ്രമായ തീഷ്ണതയോടുള്ള പ്രാർത്ഥനയാണ്. ചിലപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടാൻ പോകും. എന്തിനാണെന്നറിയാമോ? റിസൾട്ട് വരുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനമൊക്കെ കൂടിയേക്കാം. 3-4 ദിവസം കർത്താവിൻ്റെ കൂടെയൊക്കെ ഇരുന്നേക്കാന്നൊക്കെ കരുതി ഒരു ധ്യാനമൊക്കെ കൂടും. റിസൾട്ട് വരുമ്പോൾ വട്ടം പൊട്ടി. ഹല്ലേലൂയ, കംപ്ലീറ്റ് ഔട്ട്. അപ്പോഴേ ഉള്ളിൽ കൂടി അല്ലേലും എനിക്കറിയായിരുന്നു ഇതൊക്കെ വെറുതെ പള്ളിയിൽ പോയി വെറുതെ പ്രാർത്ഥിച്ച് വെറുതെ കുമ്പസാരിച്ചും സമയം കളയണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെ നീ ദൈവത്തെ സ്നേഹിക്കുകയല്ല, നീ ദൈവത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് അപകടകരമായ അവസ്ഥയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. സ്നേഹം പരിശുദ്ധമാണെങ്കിൽ, സ്നേഹം ജെനുവിനാണെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അതിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും, എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിലും, എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കും. ഹല്ലേലൂയ. ബാക്കിയെല്ലാം തന്നെ നാം ദൈവത്തെ ഉപയോഗിക്കുന്നവരായിട്ട് മാറുക. ചുമ്മാ ഉപയോഗിക്കുക. എൻ്റെ ആവശ്യത്തിന് എനിക്കൊരു തലവേദന, ദൈവമേ എൻ്റെ തലവേദന മാറ്റിത്തരണേ. എനിക്കൊരു വയറുവേദന, എൻ്റെ ദൈവമേ എൻ്റെ വയറുവേദന മാറ്റിത്തരണേ. എനിക്കൊരു ഓപ്പറേഷൻ, ദൈവമേ എൻ്റെ ഓപ്പറേഷൻ മാറ്റിത്തരണേ. ഓപ്പറേഷൻ മാറിക്കഴിയുമ്പോൾ എല്ലാം തീർന്നു, ദൈവത്തോടുള്ള ബന്ധവും തീർന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോലും പിശാചി വഞ്ചന നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര തീഷ്ണതയായിരിക്കും. അത് കഴിയുമ്പോൾ തീരും. ധ്യാനം കഴിയുമ്പോൾ നോക്കിയോ, കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര തീഷ്ണതയായിരിക്കും. ചിലപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഇത് സാത്താന്റെ വഞ്ചനയാണെന്നറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പിന്നെ എന്നാ പറഞ്ഞ, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ, ശ്രദ്ധിച്ചു കേട്ടോ, ആരെങ്കിലും ദൈവത്തെക്കാൾ ഉപരി ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഒന്നുമില്ല, ദൈവത്തിന്റെ സ്നേഹമില്ല. യോഹന്നാൻ വളരെ വളരെ ഷാർപ്പാണ്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്രയും ഷാർപ്പായിട്ടാണ് യോഹന്നാൻ പറയാം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ അവയെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിനക്ക് സീരിയലിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? സീരിയൽ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇത്രയും നാൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുടങ്ങാതെ സീരിയൽ കണ്ട് ഇനിയിപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ റീടെലികാസ്റ്റോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഇല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഞാനിത് കാണാതെ എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും, തീരുമാനമെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ചിലർക്കത് പറ്റിയല്ല. ആ ടൈം കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പരിപാടി നടക്കില്ല. കഴിഞ്ഞ 3-4 വർഷത്തിലധികമാണ്, കൊറോണയ്ക്കൊക്കെ തൊട്ട് മുമ്പ്, ഒരു 75-80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയെ കൊണ്ട് കൊച്ചുമകൾ, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവളാണ്, അവൾ വന്നു. അവൾ എന്നിട്ട് അമ്മച്ചി പ്രാർത്ഥിപ്പിക്കാൻ ഓട്ടോയ്ക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി ഇരിപ്പുണ്ട്, ഇവളിരിപ്പുണ്ട്. അപ്പോൾ അവൾക്ക് പഠന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മച്ചിക്കും പ്രാർത്ഥിക്കണം, ഈയിടെയായിട്ടൊക്കെ ഉറക്കമൊക്കെ അങ്ങോട്ട് ശരി കിട്ടുന്നില്ല അമ്മച്ചിക്ക്, അതുകൊണ്ട് അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് അവൾ പറഞ്ഞു, ഞാൻ വലിയമ്മച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, വേറൊരു കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ. പറയണം. അപ്പം പറഞ്ഞു, നീ പറയടി, എന്നാ നീ പറ. അപ്പോൾ വലിയമ്മച്ചി പറയരുതെന്നുള്ള രീതിയിൽ വലിയമ്മച്ചി പറയാം. അതച്ഛാ, എൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞു വിട്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറയണം, വല്യമ്മച്ചി പറയുകയല്ല, അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വല്യമ്മച്ചി ഇരിക്കും അല്ലേ, ഇനിയിപ്പോൾ വല്യമ്മച്ചി എന്നാ പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ പറയുവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛാ വല്യമ്മച്ചി ഉണ്ടല്ലോ, വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഒരു പാത്രം, ഒരു കന്നാസ് കട്ടൻ ചായ, ഷുഗർ ഉണ്ടേ അതുകൊണ്ട് മധുരം ഇടാതെ, തിളപ്പിച്ച് ഇരിക്കുന്ന കസേരയുടെ അടി വെച്ചിട്ട് 6 മണി മുതൽ 9 മണി വരെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കിയിരുന്നോളും.
സീരിയൽ തന്നെ സീരിയൽ. ഇതിനിടയ്ക്ക് മകൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ന്യൂസ് വെക്കണമെന്ന് പറഞ്ഞാൽ പോടാ ഒരു ന്യൂസ്. ഞാനിപ്പോൾ വലിയ അവിടുത്തെ ആളല്ലേ ന്യൂസ് കാണാനായിട്ട്. പിള്ളേരെന്തെങ്കിലും വേറെ മമ്മി കളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഒറ്റെണ്ണത്തിന് അടിപ്പിക്കുകയില്ല. ഒരു ദിവസം അടുക്കളയിൽ നിന്ന് ഈ മരുമകളും എന്തോ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും വൈകിട്ട്. അപ്പം അമ്മച്ചിയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നതാ. എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടേ ഓടി വന്നപ്പോ ഈ മറ്റേ പെട്ടിയിലേക്ക് നോക്കി ഇതിന് കരഞ്ഞ് നിലവിളിച്ചോടിക്കും. അപ്പൊ അമ്മച്ചി എന്നാ പറ്റി പൊടി. ഇതിനകത്ത് എന്തോ കണ്ടിട്ട് അമ്മച്ചിയുടെ ജീവിതം എന്തോ ഇതിനകത്ത് അമ്മച്ചി കണ്ടു. ഇതങ്ങോട്ട് കണ്ടിട്ടിരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കൊച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ എന്നാന്നറിയാവോ അച്ഛാ, ഈ തള്ള കെട്ടിയോ മരിച്ചിട്ട് ഇത്രയും കരഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. സ്വന്തം കെട്ടിയോ മരിച്ചിട്ട് ഇതുപോലെ കരഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. 6 മണി മുതൽ 9 മണി വരെ ഒരു പരിപാടി. 9 മണിയാവുമ്പോൾ സന്ധ്യാപ്രാർത്ഥന, അത് നിർബന്ധമാണ് കേട്ടോ. മക്കൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, നേരത്തെ സന്ധ്യാപ്രാർത്ഥന അതൊന്നും നടക്കില്ല. നേരത്തെ സന്ധ്യാപ്രാർത്ഥന ഒന്നും നടക്കില്ല. കാരണം ഇപ്പോ സീരിയലിന്റെ സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ സന്ധ്യാപ്രാർത്ഥന സീരിയൽ കഴിഞ്ഞിട്ട് ദൈവത്തെക്കാൾ ഉപരി ഇവിടെ സീരിയലിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് ദൈവസ്നേഹം കിട്ടുന്നില്ല, ദൈവാനുഭവം ഉണ്ടാകുന്നില്ല. ഇത് മുഴുവൻ 3 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് പിന്നെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, പിന്നില്ലേ മോളിൽ നിങ്ങോട്ട് വീഴും ദൈവാനുഭവം. ഇവിടെ ആലോചിക്കുക, ഒരു സിനിമ കണ്ടാൽ പോലും സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ദിവസത്തെ പിറ്റേ ദിവസത്തൊക്കെ നമ്മുടെ തലക്കകത്ത് കൂടെ പോകുന്നതന്നായിരിക്കും ആ സിനിമയുടെ കാര്യങ്ങളല്ലേ. നമ്മൾ ആരോടെങ്കിലൊക്കെ പറയുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ എന്നാ പറയുന്നത്, ആ സിനിമ നല്ലതാണ് കേട്ടോ, അത് ഇങ്ങനെ ഉണ്ടായിരുന്നു, നേരത്തെ ഒരു സീൻ ഇങ്ങനെ, അതിലെ തമാശ ഇതല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. കാരണം നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കണ്ട് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറയുന്നേ. ഈ വീഡിയോ ഗെയിമിലൊക്കെ കുഞ്ഞുങ്ങൾ അഡിക്റ്റഡ് ആയി പോകുന്നേ. ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് പിന്നെ ആ ഹൃദയത്തിൽ ഈ വക, അതായത് ഉപയോഗശൂന്യമായതും എൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് പ്രയോജനകരമല്ലാത്തതുമായ ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് പാപമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് പാപമാണെന്നതിനേക്കാൾ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ഹൃദയം മാറും. ഹല്ലേലൂയ. ഇതൊരു പിശാചിന്റെ വഞ്ചനയാണ്. ഇപ്പൊ ദൈവസ്നേഹം നിന്നെ അനുഭവിക്കാതെ വരുമ്പോ നിന്റെ പ്രവൃത്തികളൊക്കെ ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്ത പ്രവൃത്തികളായിട്ട് മാറും. നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നിനക്ക് പെട്ടെന്ന് വെറുപ്പുണ്ടാകും, നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ദൈവസ്നേഹമില്ല. പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് പ്രയോജനരഹിതമായതും നമ്മുടെ ആത്മാവിനെ വളർത്താത്തതും നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാത്തതുമായ വിഷയങ്ങളെക്കുറിച്ച് ദൈവിക ജ്ഞാനം നമുക്കുണ്ടായിട്ട് അതിൽ നിന്നും അകന്ന് നിൽക്കാൻ നാം നമ്മെ പഠിപ്പിക്കണം. നമ്മൾ തന്നെ ചിലർക്ക് ഈ PUBG പോലുള്ള ഗെയിം കളിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ 8-10 മണിക്കൂറൊക്കെ ഇരുന്നാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി മുഴുവൻ വേണമെങ്കിൽ ഇരുന്ന് കളിക്കും. നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ മൊബൈൽ കൊടുത്താൽ തിരിച്ചു തരുമോ? പറ. അവരുടെ സ്വന്തം താല്പര്യം. മമ്മി ഇന്ന മൊബൈൽ ഫോൺ മമ്മി എടുത്തോ, എനിക്ക് മതി, അരമണിക്കൂർ മതി എനിക്ക്, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നാ പിടിച്ചോ, തരോ മമ്മി അങ്ങോട്ട് പോകുമ്പോൾ അവൻ പോയിട്ട് വീണ്ടും എടുത്തോണ്ട് എന്നിട്ട് വീണ്ടും വരും. എടാ നിന്റെ ഇത് വെക്കാനല്ലേ പറഞ്ഞേ, പഠിക്കാനല്ലേ പറഞ്ഞേ. അവൻ പഠിക്കാനിരിക്കുമ്പോൾ ഈ തോണ്ടിയ സാധനം മുഴുവൻ തലക്കകത്ത് കിടക്കും. എന്നിട്ട് പിന്നെ അവൻ പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിള്ളേരെ കൊണ്ട് വരിക 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്നത്. അച്ഛാ ഞങ്ങളുടെ പിള്ളേർക്ക് പഴയ പോലെ കോൺസെൻട്രേഷൻ ഇല്ല. ഈ കോൺസെൻട്രേഷൻ എങ്ങോട്ടാ പോകുന്നേ? കോൺസെൻട്രേഷൻ ഇല്ലെന്ന് പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നേ? ഈ സാധനം അങ്ങോട്ട് പോയല്ലോ. ഹല്ലേലൂയ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടെന്നല്ല, നമ്മുടെ പ്രയോജനത്തിനും ഉപയോഗത്തിനും പഠിക്കാനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കണം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ മൊബൈൽ ഫോണിലൂടെ പോലും കടന്നു പോകുന്നുണ്ട്. നമ്മുടെ കണ്ണെത്താത്ത ഒരു ലോകം ഈ പറയുന്ന ഈ മൊബൈൽ ഫോണിലുണ്ട്. അതിലൂടെ തന്നെ പിശാച് എത്രയോ ജീവിതങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. ചിലർക്ക് മൊബൈൽ എടുത്താൽ പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ല പറ്റിയാലെന്ന് പറയാം. 16 വയസ്സുള്ള ഒരു പയ്യൻ, അവന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ഏതൊരു മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത വീഡിയോ കോളിന്റെ. 16 വയസ്സേ ഉള്ളൂ.
അവൻ മാനസിക രോഗിയായി പോകാതിരുന്നതിന് കാരണം ഗ്യാരിസ്പനിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗിയായി പോയാൽ ഇന്ന് വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ വന്നതിന്. എൻ്റെ കൂട്ടുകാർ കാണിച്ചു കൊടുത്തതാ, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിനക്ക് ആരോട് സംസാരിക്കാനില്ല, നിനക്ക് ലൈനൊന്നുമില്ല. പറഞ്ഞു എനിക്ക് ലൈനൊന്നുമില്ല. നീ ലൈനൊന്നുമില്ലെങ്കിൽ പേടിക്കേണ്ട, നിനക്ക് ലൈൻ ആക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇതൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുത്തു. അവൻ അത് പോയിട്ട് അതിനകത്ത് വീഡിയോ കോൾ വിളിച്ച്. ഈ വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ഇത് വൾഗറായിട്ടുള്ള, അതായത് ടോട്ടലി നെയ്ക്കഡ് ആയിട്ടുള്ള നഗ്നമായ സ്ത്രീകളാണ് അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത്. ഇവനെ വീഡിയോ കോൾ വിളിച്ച് അപ്പുറത്തത് ഇവൻ കുറച്ച് നേരം കണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോധം വന്നു. അവനത് കട്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കട്ട് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വാട്സപ്പിലേക്ക് ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത്, ഇവനും ആ പെണ്ണും കൂടെയുള്ള വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ ചെയ്യാൻ പറ്റും? ഞാൻ ധ്യാനത്തിൻ്റെ പരിപാടിയായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ ഒരു പയ്യൻ ഇന്നലെ 3-4 വട്ടം ഇങ്ങനെ വന്നു വെരുക് പോലെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, വിജിലച്ചനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛൻ പുറത്ത് ശുശ്രൂഷയ്ക്ക് വയ്ക്കും, നാളെ രാവിലെ വരും, ഒന്ന് നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി രാവിലെ അവിടെ വന്നേക്കുക, മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചേക്കുക. ഇവനിതെല്ലാം പറയുമ്പോൾ ഇവൻ്റെ മുഖത്ത് ഇവൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുക. നാട്ടുകാരറിഞ്ഞാൽ, മറ്റാരെങ്കിലും അറിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ എൻ്റെ ഭാവി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഏതാണ്ട് ഒരു മാനസിക രോഗം പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് അവനെ ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. ആ ഭയത്തിൽ നിന്ന് അവനെ പുറത്തു. ഞാൻ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, ഇതങ്ങനെ പബ്ലിക്കാക്കാൻ പറ്റുന്നല്ല, അത് സൈബർ സെല്ലിൽ നമുക്ക് കേസ് കൊടുക്കാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ പബ്ലിക്കാക്കിയാൽ നീ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, മൊബൈൽ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചേരും. അപ്പം പറഞ്ഞു അച്ഛാ ഞാൻ മൊബൈൽ ഫോൺ വീട്ടിലിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടിട്ടില്ല, അമ്മയ്ക്ക് മാത്രം അറിയത്തുള്ളൂ, വീട്ടിലെ പെറ്റമ്മയ്ക്ക് മാത്രം. അമ്മയാണ് എൻ്റെ അടുത്ത് പറയുന്നത് അച്ഛനെ പോയി കാണാനായിട്ട്, വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ, ഏതായാലും ഇത്ര സംഭവിച്ചല്ലേ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ സിം അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. നിനക്ക് കിട്ടിയ വീഡിയോ അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേര്, എന്നിട്ട് ആ സിം അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട, വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ ദിവസവും രാവിലെ കാരിസ്പൽ വരിക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, എന്നിട്ട് നിത്യാരാധന ഡെയിലി 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാനൊന്നും പറ്റുക അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ ഏകദേശം ഒരു 10-15 ദിവസം ഞാൻ കണ്ടു അവിടെ ഇടയ്ക്കൊക്കെ ആയിട്ട്. ഞാനെപ്പോഴും നമുക്കെപ്പോഴും അവരെ കാണാൻ പറ്റില്ല, നമ്മൾ പല ശുശ്രൂഷകളായിട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരും. അവിടെ ഇരുന്ന് പയ്യൻ നോർമലേ അവരെ കാണുന്നു. മൊബൈൽ ഫോൺ ഉപയോഗം ഈ പയ്യൻ കംപ്ലീറ്റ് അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതായത് ഒരേ ഒരു ഗുണമുണ്ടായുള്ളൂ, അവനെ പേടിച്ചു, ഭയപ്പെട്ടു പോയില്ല വല്ലാതെ. എൻ്റെ ജീവിതം പോയ അവസ്ഥയിലായില്ലേ. ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഇതിനകത്ത് മെസ്സേജ് അയച്ചേക്കുന്നത്, കൊടുത്തില്ലെങ്കിൽ പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. മുംബൈയിൽ നിന്നാണ് മെസ്സേജ് അയച്ചേക്കുന്നത്, മുംബൈയിൽ നിന്ന്. ആലോചിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പാപത്തിലേക്കും പൈശാചികതയിലേക്കും വഞ്ചനകളിലേക്ക് നയിക്കാൻ തക്ക വിധത്തിൽ പിശാചിന്റെ കെണി ഇതിലൂടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ അതിന് ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കൊടുത്തോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവിക ജ്ഞാനമുള്ള പിള്ളേരാണോ, മൊബൈൽ കൊടുക്ക്, എന്നാ കുഴപ്പം? വിശുദ്ധമായി ഈ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണോ നമ്മുടേത്? അങ്ങനെ ബോധ്യമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുത്തോ, ഒരു വിഷയമില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് ചങ്കി കൈവച്ചിട്ട് പറയാൻ പറ്റും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താൽ അവർ വഴിതെറ്റി പോകില്ല എന്ന് പറയാൻ പറ്റുന്ന ചങ്കുറപ്പുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ കൊടുത്തു. പക്ഷെ കാലഘട്ടം നേരെ തിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. ശരിയാണ്. സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പത്രത്തേക്കാൾ വായിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, പ്രണയിക്കുന്ന സൂക്ഷിച്ചോട്ടാ, ജ്യൂസ് ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചത് കൊള്ളാം. ഏത് ജ്യൂസാണ് വരുന്നതെന്ന് അറിയത്തില്ല. ജ്യൂസ് ആയിരിക്കാം, ഐസ്ക്രീം ആയിരിക്കാം. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊണ്ട് നമ്മളിത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഈ തലമുറയ്ക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവിക ജ്ഞാനം വേണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവിക ജ്ഞാനം വേണം. വിശുദ്ധ ജീവിതത്തിന് പോറലേൽക്കാതെ കൊണ്ടുപോകാൻ നമ്മുടെ തലമുറയ്ക്ക് ദൈവിക ജ്ഞാനം വേണം. കാരണം പിശാച് സകലരെയും വഞ്ചിക്കുന്നവനാണ്.